കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളാണ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ രാമനാട്ടുകര മുതൽ നമ്മുടെ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞുള്ള ഭാഗം വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിവേഗം വർക്കുകൾ നടക്കുന്ന റീച്ചുകളിലൊന്നാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ്. നമ്മുടെ മലപ്പുറത്തെയും കാസർഗോട്ടെയും വർക്കുകൾ പോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെയും വർക്കുകൾ. 93% വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ തൊണ്ടയാട് മുതൽ നമ്മളെ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് സൈഡ് ഫെൻസിങ് ഒക്കെ ചെയ്ത് നടപ്പാതയുടെ നിർമ്മാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഒരുപാട് പാർക്കിംഗ് സ്പേസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ കേരളത്തിലുടനീളം വരുന്ന ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കാസർഗോഡ് വറ്റത്തൂണിലുള്ള 6 വരി പാലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ ഹൈലൈറ്റ് മാള് കഴിഞ്ഞ് തൊണ്ടയാട് ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലിവിടെ കുറച്ച് ഉയരമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരി പാത വന്നിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും 6 വരി പാതയുടെ നിർമ്മാണം കഴിച്ച് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്ത് സർവീസ് റോഡ് റെഡിയാണ്. ഈ ഇടത് ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഉയരമുള്ള സ്ഥലമാണ്, കുന്നാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വർക്കാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ വാള് കെട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ തൊണ്ടയാട് ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് ഇങ്ങനെ ചുരുങ്ങി വരികയാണ് കേട്ടോ. ഇവിടെയൊക്കെ നടപ്പാതയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്തും സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീച്ചിൽ പല ഭാഗത്തും സർവീസ് റോഡ് റെഡിയായിട്ടില്ല. 6 വരി പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിലും ഏകദേശം ഒരാഴ്ചക്കൊക്കെ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവർത്തികൾ കഴിയുന്നതാണ്. ഇവിടെയൊക്കെ പല വർക്കുകളും ഉണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുണ്ട്, നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ടുള്ള വർക്കുകളും നടക്കാൻ ബാക്കിയുണ്ട്. 6 വരി പാതയുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് പൂർത്തീകരിക്കുന്നതായിരിക്കും. തൊണ്ടയാട് ബൈപ്പാസിന് താഴെയുള്ള ജംഗ്ഷൻ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. മുകളിലായിട്ട് പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞ് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞതാണ്. ഈ ഭാഗത്ത് ലൈറ്റ് തെളിയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാലാപ്പറമ്പ് ഓവർപാസിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിവേഗത്തിലാണ് ഇവിടെ മാലാപ്പറമ്പ് ഭാഗത്ത് ഇവർ KMC വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ഈ കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ് മാലാപ്പറമ്പ്. നമ്മുടെ വയനാട് ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് കാണുന്നത്. അപ്പോൾ 4 സ്ഥലത്തേക്കുള്ള റോഡ് പോകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. നമ്മൾ നേരെ പോകുന്നത് തൊണ്ടയാട് ഭാഗത്തോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ട് ഡ്രോൺ പറപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ സൂര്യൻ അടിക്കുന്നുണ്ട്. അപ്പോൾ താഴെയായിട്ട് നിലവിലിപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ രാമനാട്ടുകര ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് റെഡിയാവാൻ ബാക്കിയുണ്ട്. അതുവരേക്കും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ ഈ ഓവർപാസിന് മുകളിലായിട്ട് അനുഭവപ്പെടും. ഒരു സൈഡ് മാത്രമാണ് നിലവിലിപ്പോൾ 2 ഭാഗത്തോട്ടും ട്രാഫിക് പോകുന്നത്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് ഇരുവശത്തോട്ടും പോകുന്നത് കേട്ടോ. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. അത് റെഡിയായതിനു ശേഷം പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഇടത് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഇനിയും റെഡിയാകാൻ ബാക്കിയുണ്ട്. ഒരു വശത്ത് ഈ 3 വരി പാതയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വയറുള്ള പ്രദേശമാണ് നമ്മൾ ഈ പോകുന്ന ഭാഗത്ത്. മണ്ണടിച്ചിട്ട് ഈ
വലതുഭാഗത്തായിട്ട് ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഡ്രെയിനേജിൻ്റെ വർക്കാണ് നിലവിൽ ഈ ഭാഗത്ത് നടക്കുന്നത്. ഈ വയലിൻ്റെ ഭാഗത്തായിട്ട് മണ്ണടിച്ചിട്ട് ഏകദേശം സർവീസ് റോഡ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാവും, വലിയ ഡ്രെയിനേജാണ്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചിട്ടുണ്ട്, സർവീസ് റോഡ് റെഡി ആയിട്ടില്ല. ഒരുപാട് ട്രക്കുകൾ ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തതാണ്. അത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സൂചിപ്പിച്ചതാണ് ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ട്രക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ബൈക്ക് യാത്രക്കാർക്ക്, ഒരുപാട് ബൈക്ക് യാത്രക്കാർ പിന്നിൽ വന്നിട്ട് ഇടിച്ചിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബൈക്ക് മാത്രമല്ല കാറുകളും. വിസിബിലിറ്റി കുറവായിരിക്കും, പ്രത്യേകിച്ച് രാത്രി രാവിലെ മഞ്ഞുള്ള സമയങ്ങളിലൊക്കെ. ഇവിടെ മുതൽ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്തായിട്ട് വയലുള്ള പ്രദേശമാണ്. രണ്ട് വശത്തായിട്ടും മണ്ണടിച്ച് ഉയർത്തി ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ റെഡിയാക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിട്ടുണ്ടാവും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിയുക. ഇവിടെയൊക്കെ വർക്കുകൾ ആറുവരിപ്പാതയിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്, നല്ല ട്രാഫിക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനും കൂടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലാണ് വീഡിയോസ് കാണുന്നതെന്നറിയാം. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനായി കാണുമ്പോൾ അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. മാലാപ്പറമ്പ് ഓവർപാസിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഓവർപാസിന് താഴെയായിട്ട് നിലവിലിപ്പോൾ വർക്കുകൾ തകർച്ചയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് റെഡിയായതിനു ശേഷം, സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ വലത് ഭാഗങ്ങളിലായിട്ട് നടക്കുന്നത്. സർവീസ് റോഡ് റെഡിയായതിനു ശേഷം ഈ ഭാഗത്തുള്ള ട്രാഫിക് ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഓവർപാസിന് താഴെയായിട്ടുള്ള വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ഇടത് റോഡിൻ്റെ ഭാഗത്ത് മണ്ണെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വലത് ഭാഗത്തുള്ള സൈഡിലുള്ള വർക്കുകൾ, സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിയേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്തുള്ള റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും നമ്മളെ കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്നത്. നമ്മളെ ഓവർപാസിന് താഴെ ആയിട്ടുള്ള വർക്കുകളുടെ പുരോഗതി നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്നായിട്ടാണ് ഇവർ തകൃതിയിലാണ് വർക്കുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഏതായാലും KMCയുടെ വർക്ക് ഫിനിഷിങ് നല്ല രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ ഓവർപാസിന് താഴെയുള്ള, അണ്ടർപാസിന് താഴെയുള്ള ഭാഗത്തൊക്കെ സാധാരണ നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ RE പാനുകൾ വെച്ചിട്ടുള്ള മണ്ണിടിച്ച് ഉയർത്തലാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ KMCയുടെ ഭാഗത്തും മലപ്പുറം ജില്ലയിലെ റിച്ചുകളിലും കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണടിച്ച് ഉയർത്തിയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗി നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്, നല്ല ഫിനിഷിങ് വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, നല്ല ട്രാഫിക്കാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ മുതൽ 3 വരിപ്പാത കൂടി 6 വരിപ്പാതയും തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളെ രാമനാട്ടുകര ഭാഗത്തോട്ട് നല്ല ട്രാഫിക്കാണ് കാണുന്നത്. മാലാപ്പറമ്പ് ഓവർപാസിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ ഇവിടെ 6 വരിപ്പാതയുടെ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളും കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ്. നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തായിട്ട് കുറച്ചും കുന്ന് പോലെയുള്ള പ്രദേശമായിരുന്നു, മണ്ണെടുത്തിട്ടാണ് 6 വരിപ്പാത വരുന്നത്. എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു ക്രോസിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടാങ്ങൾ നിലവിലിപ്പോൾ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. നമ്മൾ സൂക്ഷിച്ച് വേണം റോഡുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും ചെറിയൊരു ക്രോസിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതൽ വയലുള്ള പ്രദേശത്ത് കൂടിയാണ് പോകുന്നത്. നമ്മളെ വെങ്ങേരി ഓവർപാസിൻ്റെ വർക്കുകൾ മുമ്പേ തുടങ്ങിയതാണ് കേട്ടോ. ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, വാഹനത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ വയലുള്ള പ്രദേശമാണ്, മണ്ണടിച്ച് ഉയർത്തിയിട്ട് നല്ല രീതിയിൽ ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് 6 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും നടക്കുകയാണ്. പല ഭാഗങ്ങളിലും ഇനി നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത്. കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്കുകളും പെൻഡിങ് ആയിട്ടുണ്ട്. 6 വരിപ്പാതയുടെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഇവിടെ ചെറിയൊരു അണ്ടർ പാസേജ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വെങ്ങേരി ഓവർപാസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ വെങ്ങേരി ഓവർപാസിൻ്റെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുവശത്തോട്ടും ഒരു സൈഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. മറുവശത്തുള്ള വർക്കുകൾ ഇനിയും
നടക്കാൻ ബാക്കിയുണ്ട്. പൂർണ്ണമായിട്ടും ഈ വെങ്ങേരി ഓവർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഒരു സൈഡ് മാത്രമാണ് വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് 2 സൈഡിലായിട്ടും റെഡി ആയിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു ഇടം കൂടിയാണ്. ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമായത് കൊണ്ടാണ് ഓവർപാസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ 2 ഓവർപാസ്സാണ് വരുന്നത്. ഒന്ന് നമ്മുടെ വെങ്ങേരിയും ഒന്ന് നമ്മുടെ മാലാപ്പറമ്പ് ഭാഗത്തും. ഏറ്റവും കൂടുതൽ ഓവർപാസ് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവർ വരുന്നത് നമ്മുടെ ഈ കോഴിക്കോട് ബൈപ്പാസിലാണ്. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് മേജർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും കൂടാതെ നമ്മുടെ മാലാപ്പറമ്പ് ഓവർപാസ്, വെങ്ങേരി ഓവർപാസിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ്. പിന്നെ 6 വരിപ്പാതയിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെങ്ങളം ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ് നിലവിലിപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാളിക്കടവ് ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അടുത്തടുത്തായിട്ട് 3 അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഒരു അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളുടെ നിർമ്മാണവും നടന്ന് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തടുത്തായിട്ട് അണ്ടർ പാസേജ് കൊടുക്കാനുള്ള കാരണം എന്തെന്ന് നമുക്കറിയില്ല കേട്ടോ. ഈ ഭാഗത്തുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമ്മുടെ ഓവർപാസിൻ്റെ സമാനമായ രീതിയിലുള്ള ഒരു അണ്ടർ പാസേജാണ് നിലവിലിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അണ്ടർ പാസേജ് തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് ചെറിയൊരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇടതുഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. പല ഭാഗത്തും നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. മാളിക്കടവ് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ വലിയൊരു അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ താഴെയായിട്ടിന് ഒരുപാട് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. നല്ല വീതിയുള്ള അണ്ടർ പാസേജാണ് നമ്മുടെ ഈ മാളിക്കടവ് ഭാഗത്ത് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജുകളും ഓവർ പാസേജുകളും അനുവദിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ റീച്ചുകളിലാണ്. ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവർ വരുന്നത് നമ്മുടെ ഈ കോഴിക്കോട് ബൈപ്പാസിലാണ്. ആദ്യം രാമനാട്ടുകര ഭാഗത്തും തൊണ്ടയാട് ഭാഗത്തും മാത്രമായിരുന്നു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത്, പന്തീരങ്കാവ് ജംഗ്ഷൻ, നമ്മളെ പൂളാടിക്കുന്ന്, കൂടെ നമ്മളെ വെങ്ങളം ഭാഗത്തും ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തൊക്കെ നിലവിലിപ്പോൾ 6 വരിപ്പാതയുടെ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞ ഇടം കൂടിയാണ്. ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് നടക്കാൻ ബാക്കിയുണ്ട്. നടപ്പാതയുടെ നിർമ്മാണമാണ് പല റീച്ചിലും ഇനി നടക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യത്തെ റീച്ചിലും നടപ്പാതയുടെ നിർമ്മാണമാണ് പലയിടങ്ങളിലും നടക്കാൻ ബാക്കിയുള്ളത്. 6 വരിപ്പാതയുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് ആ ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഇവിടെ 3 വരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ടും 6 വരിപ്പാതയിലും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ദേശീയപാത 6 വരിയിൽ ഇരുചക്ര വാഹനങ്ങളും നമ്മുടെ ഓട്ടോറിക്ഷകളും എൻട്രി ഉണ്ടായിരിക്കുന്നതല്ല എന്നൊരു ന്യൂസും നമ്മൾ കണ്ടു. അതിൻ്റെ എത്രത്തോളം നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ അത് പോസിബിൾ ആണെന്ന് അറിയില്ല. നമ്മുടെ മലബാർ ഏരിയയിൽ നമ്മുടെ വാഗാടിൻ്റെ വർക്കുകൾ മാത്രമാണ് അധികം ലാഗായിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ഇപ്പം നമ്മുടെ മേഘ കമ്പനിയുടെ വർക്ക് നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം മുതൽ കുറ്റിക്കോൽ വരെയുള്ള ഭാഗത്തൊക്കെ നിലവിലിപ്പോൾ നല്ല വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വാഗാടിൻ്റെ പ്രശ്നം അവിടെ മണ്ണ് ലഭ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ്. നിലവിലിപ്പോൾ മേപ്പയൂർ ഭാഗത്തൊക്കെ മണ്ണെടുക്കാനുള്ള സാങ്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ മണ്ണടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെന്നറിയില്ല, അവർക്ക് വർക്ക് തീർക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വടകര ഭാഗത്തൊക്കെ അവർ ഗേഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഗേഡറൊക്കെ അവിടെ സെറ്റാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കൂടാതെ അവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ സമയത്ത് ക്രെയിൻ പൊട്ടി വീണ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. വടകരയിലുള്ള യാത്രാ ദുരിതം
എപ്പോൾ മാറുമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അമ്പലപ്പടി ചെറുകുളം പോകുന്ന റോഡിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ പുളാടിക്കുന്ന് അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ആകുകയാണ് കേട്ടോ. ഒരു വശത്ത് മൂന്നുവരിപ്പാതയിൽ പുളാടിക്കുന്ന് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈവേഷൻ വന്നിട്ട് സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ ആറുവരിപ്പാതയിലോട്ട് കോഴിക്കോട് ഭാഗത്തോട്ട് വാഹനങ്ങൾ എൻ്റർ ആണ്. അപ്പോൾ നിലവിലിപ്പോൾ പുളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ, ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. കൂടാതെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുകുളം ഭാഗത്തോട്ട് പോകുന്ന അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ പുളാടിക്കുന്ന് ഓവർപാസിന് മുകളിലുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിലവിൽ ഒരു വശത്ത് മാത്രമാണ് മൂന്നരിപ്പാത കൂടി ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടങ്ങളിലൊക്കെ മുകളിലായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. എന്തായാലും ഇവിടെ മുതൽ ലൈൻ മാർക്കിംഗ് നടക്കാനും ബാക്കിയുണ്ട് കേട്ടോ. എന്തായാലും പെട്ടെന്നാണ് ഇവർ ഈ ഭാഗങ്ങളിലുള്ള വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ അത്തോളി ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറക്കാട്ടി പുഴയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറക്കാട്ടിയിൽ വരുന്ന പുതുതായി നിർമ്മിച്ച പാലം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പഴയ പാലം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പഴയ പാലത്തിന് സമാനമായി 2 വരി പാതയിൽ വീണ്ടും ഒരു ബ്രിഡ്ജും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് സർവീസ് റോഡ് കൂടിയാണ് പുളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ താഴോട്ട് പോകുന്നത്. അപ്പോൾ പഴയ പാലത്തിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. പഴയ പാലത്തിന് സമാനമായിട്ട് തന്നെ പുതിയ പാലം നിർമ്മിച്ച് കൊണ്ടിരിക്കുകയാണ്. പുതിയ പാലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ പുതുതായി 3 വരിപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ ഈ 2 വരിപ്പാലവും വരുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ULCCയുടെ ആദ്യത്തെ റീച്ചിൽ തലപ്പാടി ചെങ്കള റീച്ചിൽ പലയിടത്തും 3 വരിപ്പാലമാണ് പുതുതായി വരുന്നത്. പഴയ 2 വരിപ്പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഗതാഗതം പോകുന്നത്. നമ്മുടെ കുമ്പള ഭാഗത്ത് മാത്രമാണ് പുതുതായി 2 ഭാഗത്തും 6 വരിപ്പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും സമാനമായ രീതി നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ രീതിയിൽ അവിടെ 2 വരിപ്പാലം കൂടി പഴയ പാലത്തിൻ്റെ സൈഡിലായിട്ട് നിർമ്മിച്ചാൽ വലിയ അപകടങ്ങൾക്ക് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ ഉപ്പള ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങൾ. നമ്മൾ ഈ 3 വരിപ്പാതയിൽ നിന്ന് പെട്ടെന്ന് 2 വരിയിലോട്ട് കയറുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. അവിടെ ചെറിയൊരു സൂചനാ ബോർഡൊക്കെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ അത് പൊളിച്ച് മാറ്റപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലിപ്പോൾ 2, 3 അനുപാതത്തിലാണ് ആ ഭാഗങ്ങളൊക്കെ ട്രാഫിക് പോകുന്നത്. അങ്ങനെ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ നിലവിലിപ്പോൾ 6 വരിപ്പാതയുടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോരപ്പുഴ പാലത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാനും ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ പലയിടങ്ങളിലും പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 വരിപ്പാതയിൽ ഇവർ ടാറിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മലബാർ ഏരിയ അപേക്ഷിച്ച് തെക്കൻ ഭാഗത്തോട്ട് വർക്കുകൾ അത്ര ഫാസ്റ്റായിട്ടല്ല പോകുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ 60% താഴെയായിട്ടാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ 7 മാസങ്ങൾ മുമ്പാണ് ഈ ഭാഗത്ത് വർക്ക് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഇവർ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ആ ലെവലിലേക്ക് എത്തിച്ചുള്ളത്. ഇവിടം വരെയാണ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞത്. ഇവിടെ മുതൽ നമ്മുടെ കോരപ്പുഴയുടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് നടക്കുന്നത്. ഈ വലതുഭാഗത്തായിട്ട് ഏകദേശം ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനും ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെയും നമ്മളെ 6 വരിപ്പാതയുടെ നിർമ്മാണം നടക്കാനും ബാക്കിയുണ്ട് കേട്ടോ. സർവീസ് റോഡ് റെഡിയാകാൻ ബാക്കിയുണ്ട്. ഇവിടുന്ന് താഴോട്ട് ചെറിയ സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട്. ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് ചെറിയ രീതിയിലെങ്കിലും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോരപ്പുഴയിൽ വരുന്ന പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഷട്ടറിങ് പ്രവൃത്തികളാണ് നടക്കുന്നത്. ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. നമ്മൾ ഈ വലതുഭാഗത്തായിട്ട് പുതുതായി ഒരു ബ്രിഡ്ജും കൂടി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോരപ്പുഴ കഴിഞ്ഞ് വെങ്ങളം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെങ്ങളത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ലൈൻ മാർക്കിയൊക്കെ നടക്കുകയാണ്.
ഫ്ലൈ ഓവർ കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് KMC ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഈ പാലത്തിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇതൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.